അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഇസ്ലാമിന്റെ ലാളിത്യം കുടുംബത്ത് കൊണ്ടുവരണം. ഇന്ന് ഭക്ഷണ മര്യാദ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾ കുറവാണ്. ഇന്ന് നമ്മൾ പറയാറുണ്ട്, എന്തുകൊണ്ടാ ആശുപത്രികൾ, അരുതാലയങ്ങൾ, കശാപ്പുശാലകളായത്? ഞാൻ എന്റെ ഒരു അനുഭവം പറയാറുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിരിക്കും, അവസാനം പറഞ്ഞു 1.5 ലക്ഷം റുപ്യ. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുടുംബം ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പം വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു, അവിടെ 1.25 ലക്ഷം റുപ്യ. അവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അവർ 1 ലക്ഷം റുപ്യ. ഇതൊന്നും ചെയ്യാതെ ആയുർവേദ്യം കാണിച്ച വേദനയൊക്കെ ഒന്ന് മാറി സമാധാനത്തിൽ ജീവിക്കുമ്പം 1.5 ലക്ഷം പറഞ്ഞ ആദ്യത്തെ ഹോസ്പിറ്റലുകാരൻ വിളിക്കുക, നമ്മക്കിടെ ഒന്നിന് ചെയ്യട്ടോ. അരുതാലയങ്ങൾ കശാപ്പ് ശാലകളാകുന്നു. എന്തുകൊണ്ട്? ഭക്ഷണ മര്യാദകൾ നമ്മളെ തീന്മേശകളിലില്ല. ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും കുയ്യിലിട്ട് വാട്ടിയതും ചൈനീസും തുർക്കിഷും ക്യൂ നിന്ന് വാങ്ങുക. ഓൺലൈനിൽ ഭക്ഷണം ബുക്ക് ചെയ്യാനിരിക്കുന്നു. എന്തേ കാരണം? ഒരു മന്തി ഓർഡർ ചെയ്ത ആ സമയത്തിന്റെ ഉള്ളിൽ ചെയ്താൽ 2 എണ്ണം കിട്ടും. ഭക്ഷണങ്ങളിൽ കാണിക്കുന്ന അമിതാവേശം, ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തി, ഇസ്ലാമിൽ ഭക്ഷണത്തിന്റെ മര്യാദ പോലും നമ്മളെ കുടുംബത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നില്ല. അള്ളാന്റെ ഹബീബോ ഭക്ഷണം എടുത്തു വെച്ചപ്പെട്ടപ്പോ ആ ഭക്ഷണത്തിലേക്ക് 4 ഭാഗത്തുനിന്നും കൈയിട്ട് വാരുന്ന ഇബ്നു ഉമറിനോട് പുഞ്ചിരിയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ ഇബ്നു ഉമറേ, വസമ്മില്ലാ ബിസ്മില്ലാ, നീ അള്ളാഹുവിന്റെ നാമം സ്മരിക്കണം. എന്നിട്ട് വക്കുൽ മിമ്മാ യലീക, നിന്റെ ഭാഗത്ത് നീങ്ങി തിന്നണം. ഇന്ന് ഞാൻ പറയാറുണ്ട്, നിന്ന് തിന്നുക, നടന്നു തിന്നുക, കിടന്നു തിന്നുക. ഇസ്ലാമിലെ ഭക്ഷണ ലാളിത്യം പോലും ഇന്ന് പലർക്കും കുടുംബത്തിലില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലോ ഒരു ഭക്ഷണം കിട്ടുമ്പോൾ റസൂലുള്ള ആദ്യം പടച്ചോനെ സ്തുതിക്കും. പലപ്പോഴും ഒന്നിലധികം കാരക്ക കിട്ടിയ സമയത്തൊക്കെ അള്ളാന്റെ റസൂല് കരഞ്ഞിട്ടുണ്ട്, സങ്കടം കൊണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണത്തിന്റെ ലാളിത്തറിയണമെങ്കിൽ ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി. ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ മുൻപിലേക്ക് 2 റൊട്ടി ഒരിക്കൽ സഹാബക്കൾ കൊണ്ടുവച്ചു. ആ റൊട്ടിയിലേക്ക് നോക്കി ആയിഷ ബീവി കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, എന്തിനാ ഉമ്മാങ്ങൾ കരഞ്ഞ്? കണ്ണുനീരോടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറഞ്ഞു, എന്റെ ഹബീബിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല. അത്രമാത്രം പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ച് ഭക്ഷണത്തിന്റെ ലാളിത്യം ഈ സമൂഹത്തിന് ഊതിക്കൊടുത്തപ്പോ ഇന്ന് എത്ര കുടുംബങ്ങളിലാണെന്നറിയോ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത്? പ്രവാചക കുടുംബത്തിൽ നിന്നും നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ വരുമ്പോ ഇന്ന് പരീക്ഷിക്കാനും ആളുകൾക്കിടയിൽ ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് ഇടാനും വേണ്ടി മാത്രം ഭക്ഷണത്തെ കാണുന്നവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നവരും നമ്മളെ കൂട്ടത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ഭക്ഷണത്തിന് ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു. രാത്രികാലങ്ങളിൽ തുറന്നു വെച്ചിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് നമ്മൾ മാറി.